പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം നേരത്തെ അങ്ങ് തുടങ്ങിയായിരുന്നു, കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. സ്ട്രോബെറി ഒന്ന് മാറ്റി വെക്കണം. അപ്പം നമ്മൾ കുറച്ച് ചട്ടികളൊന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് കമ്പോസ്റ്റും സോയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2-3 സ്ട്രോബെറി നമ്മുടെ ഇരിപ്പുണ്ട്, അതൊന്ന് മാറ്റണം. കഴിഞ്ഞ ആഴ്ച തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പം നാളത്തെ ക്ലൈമറ്റും മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ മറ്റന്നാൾ തൊട്ട് ഡ്യൂട്ടിയും തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാം കൂടി ആയി കഴിയുമ്പോൾ ബിസി ആയിപ്പോവും. അങ്ങനെ ഈ ഒരു മിക്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 2 സ്ട്രോബെറി ഇടുന്നുണ്ടായിരുന്നു. അല്ലേ, ഇതാണ് നമ്മുടെ സ്ട്രോബെറി. ഓൾമോസ്റ്റ് ഇത് നല്ലപോലെ കിളിച്ച് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നേരെ ഇതിനകത്തോട്ട് മാറ്റണം. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും വലുതായിട്ട് പിടിക്കത്തില്ല. ഇതൊരു ഇത്ര ഒരു ഹൈറ്റ് മാക്സിമം വരുത്തുള്ളൂ. അത് കാരണം ഇതിനിപ്പോൾ ഈ ചെടി ഇതിലോട്ടൊന്ന് മാറ്റാമെന്നാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് വൺ. യാ, താങ്ക് യു. I know where you're pointing, Dara. But last time you didn't. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കുഴി എടുക്കുക. കുഴി എടുത്തതിന് ശേഷം പയ്യെ ഈ സംഭവം കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നു. കാര്യം വെള്ളം കയറിയിപ്പോണ്ട്. ഒത്തിരി വെള്ളം കയറിയാൽ ഇതെല്ലാം ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ലപോലെ വേരിറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എയർ സർക്കുലേഷന് വേണ്ടി. എങ്കിലേ ഇത് നല്ലപോലെ ഒന്നിട്ട് സ്പ്രെഡായി വരത്തുള്ളൂ. യെസ് മീന. Look, I find this one on the floor. Oh, keep it there. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ന് സ്ട്രോബെറി കിളിക്കുമെന്ന് നോക്കിയിരിക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഇതും അതേപോലെ തന്നെയാണ്, നല്ലപോലെ വേരിറങ്ങിയിട്ടുണ്ട്. സോ ഇത് മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് കുടയുക. നല്ലൊരു സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ആ ഒരു ലെവലിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് മൂടുക. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ട്രോബെറിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ട്രോബെറിയും ചീര, ചുമന്ന ചീര, പച്ചച്ചീര, ഈ സോറി ചീരയല്ല പാലക്ക് കേട്ടോ. പാലക്ക് വെച്ച് നമുക്ക് പനീർ ഉണ്ടാക്കാം. പാലക് പനീർ നാളെ എന്തെങ്കിലും ഒരു ഐറ്റം ഇത് വെച്ച് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഈ മൂലല്ലോ വെച്ചോ, അവിടെ വെക്കാനാ. ഇതാണ് നമ്മളെ മുള്ളച്ചെടി. സോറി, ഇല്ല അതെ, ഇവിടെ വെക്കട്ടെ ഈ സെന്ററിൽ. അല്ല, ഈ മൂലല്ലോ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മധുരത്ത് ഇതാക്കാം. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പൂവിൻ്റെ ചെടി. ഇതൊരു വള്ളിമുല്ലയാണ്. അപ്പോൾ നമ്മൾ ഈ മൂലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്നു വരുമെന്ന് വിചാരിക്കുന്നു. ഇത് എത്രത്തോളം കിളിക്കുമെന്നും കൂടി നോക്കണം. എന്തായാലും നമ്മൾ ഈ ഒരു മൂലയ്ക്ക് വെക്കാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഇത് നമ്മൾ ഇട്ട വല്ല വിത്തിന്റെ ആണോ കാട്ടുചെടിയാണോ? കാട്ടുചെടി. ഉറപ്പാ? ഉറപ്പാ? തോന്നുന്നുണ്ട്. ഈ ഒരു മൂലയ്ക്ക് നമുക്കൊരു കുഴി എടുത്തേക്കാം. మనం పెట్టిన సీడేనా అది? మరి రాలేదేంటచ్చా? సీడ్ బాగానే ఉంది, చచ్చిపోయింది. కానికి అది అచ్చా తీసి చూపి ఆ సీడేనండి. പിന്നെ കിളിച്ചു വന്നില്ലല്ലോ. എന്നോട് പറഞ്ഞില്ല എന്തുകൊണ്ടാണ്. എടുത്ത് കാണിക്കേ നോക്കട്ടെ. അത് വേണ്ട, ഇത് മതി. അപ്പോൾ ഒരു കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ പറിച്ചെടുക്കുക. ഇനി
ഇതിനകത്തും നല്ലപോലെ വെള്ളം ആ മഴ പെയ്തപ്പോൾ കയറിയതാണ്. കാര്യം ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പം ഇതെല്ലാം പുറത്ത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം കയറി. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റായി വരണം. അവിടോട്ട് വയ്ക്കുക, അത് മൂടുക. ഈ പുല്ല് കയറി പിടിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. Is that in the bucket is playing? യാ Can you take it? വായ് Take it and put it. Huh? ഓക്കെ, Throw it. If you അത് സെറ്റായിട്ടുണ്ട്. if you have ഇനി പ്രത്യേകിച്ച് നമുക്ക് ഇന്നും വല്ലതും ഉണ്ടോ ഇനി പെൻഡിങ്? ശശി മേശിരി slugs and snails. അടുത്ത നമ്മുടെ സൂര്യകാന്തി ഉണ്ട്, അതും കൂടി ഒന്ന് മാറ്റണം. സൂര്യകാന്തി അല്ല, ബന്തി. ബന്ദിക്ക് എന്താ മലയാളത്തിൽ പറയുന്നത്? മാരിഗോൾഡ് അല്ലേ അത്? ബന്തി അല്ലേ? തെലുഗുలో బంతి పువ్వు అని പറയും. ബന്തി മലയാളത്തില് ബന്തിയാന്ന് പറയും. So give that flower on to Dada. Marigold. Marigold. Which marigold? That The yellow flower. Yellow color flower. Not only flower, the pot. pot you give to Come. you give pot to your dad. I'll give full of the things. Go. This one. చెప్పు. നമ്മുടെ മാരിഗോൾഡ് അതും കൂടി അങ്ങ് വെക്കുകയാണ്. Hello everybody. എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലോട്ട് സ്വാഗതം. ഹണി ബറി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. ഞാൻ മോർസണിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇതും കൂടി നമുക്ക് ഇതിലോട്ട് മാറ്റിയേക്കാം. കാര്യം ഇതെല്ലാം ചെറിയ പോട്ടിനകത്ത് ഇരിക്കുന്നതാണ്. ഇതൊക്കെ താഴത്ത് വെച്ചാലേ നല്ലപോലെ വലുതായി വരത്തുള്ളൂ. സോ ഹണി ബറിയും വെച്ചിട്ടുണ്ട്. ഇന്ന് എക്സോസ്റ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു. 2 ദിവസം ഓഫ് കിട്ടുന്ന ഇങ്ങനെ അങ്ങ് തീരുകയാണ്. പ്രഷർ കൊടുത്ത് വെച്ചിട്ട് കൂടിപ്പോയി. വെൽഡിങ് താഴത്തോട്ട് തിരിച്ചു വന്നു. അടിപൊളി. ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ബാക്കിലോ ആക്കാൻ പറ്റത്തില്ല. ബാക്കിലോ ആക്കാൻ പറ്റത്തില്ല. എങ്ങനെ ആക്കാം? എന്തായിട്ട് സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഇതും ഉണ്ടെന്നൊക്കെ നടക്കും, നോക്കാം. ആ കുഴപ്പമില്ല. വല്ലവന് പുല്ലു ആയുധം അത്രേ ഉള്ളു. ഇതൊരു മൾബറിയാണ്. മൾബറിയും കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തേക്കാം. അയ്യ സെറ്റ്. ഇങ്ങനെ അതും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം അങ്ങനെ ഇന്നത്തെ റീപ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഏകദേശം സൈൻ ഓഫ് ചെയ്യുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് വെക്കാനുള്ള പ്ലാന്റ് ഒന്ന് തപ്പിയെടുക്കണം. പിന്നെ അതിന് വേണ്ടിയുള്ള സോയിലും കമ്പോസ്റ്റും ഒക്കെ മേടിക്കാനുണ്ട്. സോ അത് ബാക്കി ഇതൊക്കെ ഇപ്പം തന്നെ വെക്കുകയാണ്. പിന്നെ നമ്മുടെ റോസ് ഏകദേശം അന്ന് കട്ട് ചെയ്ത് വിട്ടായിരുന്നു. പൂപ്പൽ പിടിച്ചതായിരുന്നു. പൂപ്പലൊക്കെ മാറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലൊരു മഞ്ഞ ഫ്ലവറാണ്. അടുത്തതും നമ്മുടെ ഇതേപോലെ തന്നെ പൂപ്പൽ പിടിച്ചായിരുന്നു. ഇതും കട്ട് ചെയ്ത് ഇപ്പം നല്ലൊരു മുട്ട് വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു റെഡ് കളറാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു റോസും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അതവിടെ ഇരിപ്പുണ്ട്. അതും കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സാധാരണ നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സമ്മറിൽ മാത്രമാണ് ഇതാവുന്നത്. വിൻ്റർ ടൈം ആകുമ്പോൾ ഇതെല്ലാം വാടി പോകുന്നതാണ്. സോ ഇതൊക്കെ ടെമ്പററി നമ്മൾ ഉള്ളിലോട്ട് വെക്കാമെന്നാണ് വെച്ചേക്കുന്നത്.
ബിരിയാണി വെക്കാൻ നേരത്ത് കുറച്ച് മല്ലിയിലയും പുതിനയുടെയും തണ്ട് ചുമ്മാ കുത്തി വെച്ചില്ലേ, അത് ഏകദേശം നല്ലപോലെ കിളിച്ചു വന്നിട്ടുണ്ട് ആ സൈഡ്. അന്ന് ഞാൻ ഒരു ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്തെ 2-3 കമ്പ് കുത്തി വെച്ചായിരുന്നു, മല്ലിയിലയുടെയും പുതിനയുടെയും. സോ അപ്പം അത് ഏകദേശം നല്ലപോലെ കിളിച്ചു വന്നിട്ടുണ്ട്. ഇത് പുതിനയിലയാണ്. ഇനിയിപ്പം മല്ലിയിലയും ഇതും കൂടി ഒരിടത്ത് നമ്മൾ കുത്തി വെക്കണം. ആ ഒരു പ്ലാനുമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ വേറൊരു റോസ് ഇതായിരുന്നു. ഇതിൽ നമ്മൾ മുട്ടത്തണ്ടൊക്കെ ഇട്ട് ഏകദേശം അതും സെറ്റായി ഒന്ന് വരുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ റീപ്ലാന്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഒന്നും നല്ല സെറ്റായി വന്നതിന് ശേഷം ഒരു ബഡ്ഡിങ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. എന്ന് വെച്ചാൽ വേറൊരു കളർ ഫ്ലവർ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു നോക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കാര്യങ്ങൾ. ഇനി വേറെ 2-3 പരിപാടിയും കൂടി ഉള്ളത് കാരണം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അന്നത്തോടെ ഈ പരിപാടി തീരുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത മിക്കവാറും നാളെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കുക്കിംഗ് ആയിരിക്കും. ഓക്കെ, പിന്നെ കാണാം. ബൈ.